രോഹിത് ശർമ്മയ്ക്ക് മോശം ഫോം മൂലം ക്യാപ്റ്റൻ സ്ഥാനം മാത്രമല്ല ടീമിൽ പോലും ഇടം നഷ്ടപ്പെടുന്നു. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ അപൂർവമാണ് ക്യാപ്റ്റൻ ടീമിൽ നിന്ന് ഇങ്ങനെ പുറത്താകുന്ന സ്ഥിതി. കൃത്യം 10 വർഷം മുമ്പ് 2014-15. ഇപ്പോൾ 2024-25 നടക്കുന്നത് പോലെ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി നടക്കുകയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ആദ്യ 2 ടെസ്റ്റും ഇന്ത്യ തോറ്റു. 3-ാം ടെസ്റ്റ് സമനില. അതോടെ മഹേന്ദ്ര സിംഗ് ധോണി ഒരു പ്രഖ്യാപനം നടത്തി. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല ടെസ്റ്റ് ടീമിൽ നിന്ന് തന്നെ വിരമിക്കുന്നു എന്നായിരുന്നു ആ അറിയിപ്പ്. അതോടെ 4-ാം ടെസ്റ്റ് ധോണിയുടെ അവസാന ടെസ്റ്റായി. അതും സമനിലയിലായി. 4 ടെസ്റ്റുകളുടെ പരമ്പര 2-0 തോറ്റത് ആരും ശ്രദ്ധിച്ചില്ല. ധോണി ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെ മതിയാക്കിയതായിരുന്നു അന്നത്തെ ചർച്ച മുഴുവൻ. ക്യാപ്റ്റനായി വിരമിച്ച അപൂർവം നായകരിൽ ഒരാളായി അതോടെ ധോണി മാറി. 3 ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം രോഹിത് ശർമ്മയ്ക്കും നടത്താമായിരുന്നു. അങ്ങനെ ചില സൂചനകൾ ടീമിൽ ഉയർന്നു എന്നതിന്റെ തെളിവായിരുന്നു പരമ്പര മധ്യത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെ ഉപേക്ഷിച്ച് അശ്വിൻ മടങ്ങിയത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. രോഹിത് ശർമ്മ മാത്രമോ കുറ്റക്കാരൻ? ധോണിയും രോഹിത് ശർമ്മയുമായി താരതമ്യത്തിന് സാധ്യതകൾ തീരെ കുറവാണ്. 90 ടെസ്റ്റ് കളിച്ച ധോണി അതിൽ 60-ലും ഇന്ത്യയുടെ നായകനായിരുന്നു. 28 എണ്ണം ജയിച്ചു, 18 എണ്ണം തോറ്റു, 15 എണ്ണത്തിൽ സമനിലയിൽ. രോഹിത് ശർമ്മ 24 ടെസ്റ്റിൽ മാത്രമാണ് നയിച്ചത്. അതിൽ 12-ലും ജയിച്ച ക്യാപ്റ്റനാണ്. അത് പറയുമ്പോഴും രോഹിത് ശർമ്മ പരാജയമാണ് എന്ന വിലയിരുത്തൽ ഉണ്ടായത് ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിലല്ല. ന്യൂസിലൻഡ് ഇവിടെ വന്ന് 3 ടെസ്റ്റിലും ഇന്ത്യയെ അടിച്ചിട്ട് ഏകപക്ഷീയ വിജയം നേടിയപ്പോഴാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നവകളിത്തൊട്ടിലായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആദ്യ പരാജയം. കോഹ്ലി ഡക്കും രോഹിത് 2 റൺസ് മാത്രം നേടിയ 1-ാം ഇന്നിംഗ്സ് ഇരുവരുടെയും ഫോം നഷ്ടത്തിന്റെ തിരനോട്ടമായിരുന്നു. 2-ാം ഇന്നിംഗ്സിൽ ഇരുവരും നേടിയ അര സെഞ്ചുറികൾ ഇന്ത്യയുടെ തോൽവിയുടെ ആഘാതം അല്പം കുറച്ചു എന്നതിനപ്പുറം ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. 2-ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ രോഹിത് ഡക്കും കോഹ്ലി 1 റൺസും. 2-ാം ഇന്നിംഗ്സിൽ 8-ഉം 17-ഉം വീതം. 3-ാം ടെസ്റ്റിലും ഇതൊക്കെ തന്നെ സംഭവം. ഇങ്ങനെ 3 മത്സരം തോറ്റ പരമ്പര കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് ടീമിൽ പ്രതീക്ഷിക്കേണ്ടത്? 3 ഇന്നിംഗ്സിൽ പരാജയപ്പെട്ട യുവതാരം സർഫറാസ് ഖാൻ പുറത്തുപോകുന്നു. 1-ാം ഇന്നിംഗ്സിൽ സർഫറാസ് നേടിയ 150 റൺസ് ആരുടെയും ശ്രദ്ധയിൽ പോലും ഇല്ലാതാകുന്നു. ആ ടെസ്റ്റ് പരമ്പര കഴിഞ്ഞപ്പോൾ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതായിരുന്നില്ലേ രോഹിത് ശർമ്മ? പുനരാലോചന നടത്തേണ്ടതായിരുന്നില്ലേ വിരാട് കോഹ്ലി? ഫോം നഷ്ടമായാൽ വീണ്ടെടുക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ: നിരന്തരം ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുക. സച്ചിനൊക്കെ എത്ര തവണ അങ്ങനെ ചെയ്തിരിക്കുന്നു? രോഹിത്തിനും കോഹ്ലിക്കും വിശ്രമം അനുവദിക്കുമ്പോൾ ബിസിനസ് ചെയ്യാൻ പോകുന്നതല്ലാതെ കളി പരിശീലിക്കാൻ പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ ആദ്യ ടെസ്റ്റ് നയിച്ചത് ബുംറയാണ്. ആധികാരികമായി ജയിക്കുകയും ചെയ്തു. 2-ാം ടെസ്റ്റിന് ടീമിലെത്തിയ രോഹിത് വീണ്ടും ക്യാപ്റ്റനാവുകയാണ്. ടീം തോൽക്കുന്നു. ക്യാപ്റ്റന്റെ മാത്രം പരാജയമല്ല അത്. വിരാട് കോഹ്ലി, KL രാഹുൽ തുടങ്ങിയവർക്ക് പരമ്പരയിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സൂര്യകുമാർ യാദവിനെ പോലൊരു താരത്തെ ടെസ്റ്റ് കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനം ആരെടുത്തതായിരിക്കും? ക്രിസ് ഗെയിൽ 6 അടിക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് ടെസ്റ്റിൽ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ 333 റൺസിന്റെ റെക്കോർഡൊക്കെ ഉണ്ടാകുമായിരുന്നു. 103 ടെസ്റ്റിൽ നിന്ന് 7000-ലധികം റൺസ് അടിച്ച താരമാണ് ഗെയിൽ. നിന്ന നിൽപ്പിൽ അടിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനപ്പുറം ടെസ്റ്റിൽ വേണ്ട ഫിറ്റ്നസ് ഋഷഭ് പന്തിന് ഇപ്പോഴുണ്ടോ? സിംഗിളുകളും ഡബിളുകളും പലപ്പോഴും ട്രിപ്പിളുകളുമാണ് ടെസ്റ്റിലെ റൺസ് തീരുമാനിക്കുന്നത്. 1 റണ്ണിനായി ഓടിക്കഴിയുമ്പോഴേക്കും തളർന്നു നിൽക്കുന്ന ഋഷഭിനെ ഇന്ത്യൻ സെലക്ടർമാർ കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വിക്കറ്റ് കീപ്പർമാരായ സഞ്ജു വി സാംസണും ധ്രുവ് ജുറേലും KS ഭരത്തുമൊക്കെ പുറത്തു നിൽക്കുകയല്ലേ? ഇന്ത്യൻ ടീമിലേക്ക് അവസാനം വന്ന സെൻസേഷൻ സൂര്യകുമാർ യാദവാണ്. IPL-ലൊക്കെ തിളങ്ങുന്നവർക്ക് കയറി നിൽക്കാൻ സാധിക്കാതെ പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടീമിന്റെ തോൽവിക്ക് കാരണമായും ആരാധകർ നിരത്തുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും KL രാഹുലും ഋഷഭ് പന്തും കഴിഞ്ഞാൽ 2 ബാറ്റിംഗ് പൊസിഷൻ മാത്രമാണ് ടെസ്റ്റിൽ ബാക്കിയുള്ളത്. അതിലൊന്നിൽ യശസ്വി ജയ്സ്വാൾ ഏറെക്കുറെ ചിരപ്രതിഷ്ഠ നേടി. പിന്നെ ശേഷിക്കുന്നത് ഒരേയൊരു ബാറ്റിംഗ് പൊസിഷനാണ്.
രാജ്യത്ത് ശേഷിക്കുന്ന 142 കോടിയിലെ ക്രിക്കറ്റ് പ്രതിഭകൾക്ക് കടന്നു വരാൻ വേറൊരു വഴിയുമില്ല. ധോണിക്ക് ശേഷം ബാറ്റേഴ്സ് ആരും വിരമിച്ചിട്ടില്ല എന്നു തന്നെ പറയാം. ബോളിംഗ് നിരയിലാണെങ്കിൽ ബുംറയ്ക്ക് ഒത്ത ഒരു കൂട്ടാളിയോ പിന്മുറക്കാരനോ ഇനിയും തെളിഞ്ഞു വരാൻ ഇരിക്കുന്നതേയുള്ളൂ. ഏതാണ്ട് 10 വർഷമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒഴുക്കില്ലാത്ത തടാകമാണ്. അവിടെ നിറഞ്ഞു കിടക്കുന്ന പോളകൾ നീക്കാതെ ഇനി വഞ്ചി തുഴയാൻ കഴിയില്ല. ഫോം മോശമായാൽ ക്യാപ്റ്റനെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മാറ്റുക, കളിക്കാരനായി തുടരാൻ അനുവദിക്കുക. ഇതായിരുന്നു നാട്ടുനടപ്പ്. കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, സൗരവ് ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, ഒടുവിൽ വിരാട് കോഹ്ലി എന്നിവരുടെ കാര്യത്തിലെല്ലാം അതാണ് കണ്ടത്. രോഹിത് ശർമ്മയ്ക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. എങ്കിലും രോഹിത് ശർമ്മയെ പോലൊരാൾ പുറത്തു പോകേണ്ട വഴി ഇതായിരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.